ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇതാക്കണേ, ഇതെന്താണ് ഉണ്ടാക്കണേ? കപ്സ അല്ലേ? അതിലെവിടെ കപ്സന്റെ കിറ്റ് വാങ്ങിയേക്കാട്ടോ. അപ്പൊ അതിൽ തന്നെ എല്ലാ സംഭവങ്ങളും ഇതെന്താ ചുക്ക് കാപ്പി കേട്ടോ. ഇത് തിരിക്കിടണ്ട കേട്ടോ, മറന്ന് പൊട്ടിച്ച് കിട്ടാലോ. അപ്പൊ അതൊക്കെ നമ്മളെ വീഡിയോ കണ്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കൊച്ചു ബെൽ ബട്ടൺ അടിച്ചമർത്തി പോകട്ടോ. അപ്പോൾ ആ തക്കാളിയൊക്കെ ഞാൻ വേവിച്ച് ഒക്കെ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ. ഇനി തൊലികളൊക്കെ ഒന്ന് കളയട്ടെ. അപ്പോൾ തന്നെ ഇതാക്കണേ, ഉള്ളിയൊക്കെ ഇതാക്കണേ, വലിയ ഉള്ളിയും വെളുത്തുള്ളി, ഇഞ്ചി, മുളക് ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഫസ്റ്റ് എന്ത് കാണിക്കട്ടെ, നമ്മളെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ. ഇത്ര റൈസ് വേണോടി? ഞങ്ങൾക്ക് 3 ആക്കിയുള്ള ഇതാണ് ഉണ്ടാക്കുന്നത്. അപ്പം എന്താണെന്ന് അറിയാം, ഈ കപ്സ ഓടെ പപ്സിയിൽ പോക്ക് എന്തോ കൂടുതലും ചെയ്ത മാതിരിയാണ്. കപ്സ ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഓരോ സാധനത്തിലും ഓരോരോ ഇഷ്ടം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഒരു ഇഷ്ടമൊക്കെ വല്ല കൂടുതലും ചെയ്തിട്ടുണ്ടാവുമല്ലോ. കപ്സ ഭയങ്കര ചെറുപ്പതി. നമ്മളെ ഷാജിൻ്റെയൊക്കെ വീഡിയോ, പിന്നെ വേറെ ഏതൊരു പെണ്ണിൻ്റെ വീഡിയോ ഒക്കെ കാണുന്നുണ്ടല്ലോ നിങ്ങൾ, അതിൽ കൂടുപത്രം ചെയ്തത് എടുക്കുന്നതും പൊടിച്ചിടുന്നതും കുടുംബം നശിപ്പിച്ചിടുന്നതും ഒക്കെയാണ് കാണുന്നത് നമ്മൾ. അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ തക്കാളി ഉണ്ടല്ലോ നമ്മൾ മിക്സിൻ്റെ ജാറിലിട്ട്, പിന്നെ ഇഞ്ചി ഉള്ളി പേസ്റ്റ് ഉണ്ട്, അതൊക്കെ ഒരുമിച്ചുകൊണ്ട് ചെയ്യാൻ കേട്ടോ. വെറൈറ്റി ഡിഷാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഇഞ്ചി ഒക്കെ തീക്കാനില്ല, പിന്നെ പച്ചമുളക് ഉപയോഗിക്കില്ല. ഇനി ഇതൊന്ന് മിക്സിയിലിട്ടൊന്ന് കറക്കിയെടുക്കാം. ഇനി ഇതൊന്ന് ഒന്നത് മറിച്ചെടുക്കാം കേട്ടോ നമുക്ക്. നമുക്ക് നല്ല അപ്പോൾ ആക്കണേ, ഞാൻ നമ്മളെ ആദ്യത്തെ ഗോൾഡിലെ സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക. ഒഴിച്ചിട്ട് ഇതാക്കുന്നത് തക്കാളി, ഉള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റ് ആട്ടോ ഇതൊക്കെ ഇടുന്നത്. തക്കാളിയൊക്കെ ഫസ്റ്റ് കാണിച്ചൊന്നുമില്ല, അതിൻ്റെ എല്ലാം ഒന്നായിട്ട് മിക്സിയിലിട്ടണ്ട അടിച്ചു എടുത്തു. ഇനി ഇത് ഒന്ന് ഇളക്കി കൊടുക്കും. കറിക്ക് വടി എടുക്കൊണ്ടുവരുമോ? അവിടെ അല്ലേ ബാക്കിലുണ്ടാവും, എടുത്തു. ഇതിലേക്ക് വലിയ ഉള്ളി ആഡ് ചെയ്യാം. വേറെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാട്ടോ. നിങ്ങൾ ചിലപ്പോൾ യൂട്യൂബിൽ തന്നെ കണ്ടിട്ടുണ്ടാവില്ല. ഇങ്ങനെ ചെയ്ത് നമ്മളെ കപ്സൻ്റെ ഉണ്ടാക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. സമയത്ത് തന്നെ നമ്മളിതാക്കുന്നത് എന്തറിയോ, ഉണക്ക നാരങ്ങ, കെച്ചപ്പ് ഓൾറെഡി ഞാൻ തക്കാളി ഇട്ടിട്ടുണ്ടല്ലോ, എന്നാലും ഈ ഒരു ഇതിൻ്റെ കെച്ചപ്പ് ഇതിക്കാണ്ട് ഇടാം. ഇപ്പം ഇതായിട്ട് ഇവിടെ പാത്തക്കാൻ പറ്റില്ല. പിന്നെ ഇനി ഒന്നുകൂടി മിക്സ് ചെയ്യാം. ഇതിനാവശ്യത്തിനുള്ള വെള്ളം ഇതിൽ തന്നെ ചൂടാക്കി എടുക്കുക കേട്ടോ. കണ്ടോ, നമുക്ക് റൈസിന് ചൂട് വെള്ളം വേണം. അപ്പം ഈ ഒരു ചിക്കൻ്റെ ഇതിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൽ തന്നെ ഉണ്ടാവും. ഉപ്പിട്ടോ? ഉപ്പിട്ടിട്ടില്ല. ആവശ്യത്തിനനുസരിച്ച് ഉപ്പ് നമ്മൾ ആഡ് ചെയ്യുക. ഉപ്പ് നമ്മൾ എപ്പോഴും നോക്കിയിട്ട് ചെയ്യാം. കുറച്ച് റൈസ് ഉണ്ടല്ലോ എടുത്ത് വെക്കാം കേട്ടോ. ചിലപ്പോൾ ഇതിലേറെ കുറച്ചും കൂടി എടുത്ത് വെക്കും. ആ ഒരു ചിക്കനിലേക്ക് വേണ്ടിയുള്ളത് മാത്രം മതി. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാം. ഇത്രയൊന്നും ഞങ്ങൾക്ക് വേണ്ട. ഞാൻ പറഞ്ഞില്ലേ, കപ്സിൽ കൂടുതൽ ഒക്കെ ഇട്ടറിയാറ്. പക്ഷെ ഇതാക്കല് ഇനി ഇതാക്കല് എന്താ കറി ലീഫ് ഇതിൻ്റെ. ഓ, ഇത് കത്തൊക്കെ ശരിയാക്കി തരികയാണ് മക്കളെ. ഇതാക്കട് മതി. വെല്ലിമ്മ ഇക്കടേ. അപ്പൊ ഇതിൽ കുരുമുളക് ഉണ്ട്, അതൊക്കെ ഇതിക്കൊന്ന് ഇടുക കേട്ടോ. പിന്നെ അതാ കപ്സന്റെ പൊടിയുണ്ടോ, ആ ഇതിൽ തന്നെ നമ്മൾ അരിഞ്ഞ്. മുളക് പൊടി ഇടോ? മുളക് പൊടി ഇടണ്ട, പച്ചമുളക് ഇട്ടുകണം. കുരുമുളക് ഒരു 3-4 ഇട്ടുകണം. പിന്നെ ഇതാക്കട് ക്യൂബ്, ഇതായിട്ട് ക്യൂബും എടുത്തിടുക. മാഗി ക്യൂബാണോ അത്, അതും ഇട്ട് ഇനി ഇളക്കി കൊടുക്കുക.
ആ ഞാനെന്താറിയോ എന്റെ ക്യാമറയിൽ കാണുന്നുണ്ടോ ഇടക്കിടക്ക് ഇങ്ങനെ നോക്കണുണ്ടേ ഇപ്പൊ കാണുന്നില്ലല്ലോ ഞാൻ കാണൂച്ചറിയില്ലല്ലോ ഞാൻ ക്യാമറ അവിടെ വെച്ച് ചെയ്യാണ്. എങ്ങനെയുണ്ട് സ്മെല്ല് പാളെ സൂപ്പറേ. അപ്പൊ നമ്മള് ഇളക്കണ ഇഞ്ചങ്ങനെ കാണുള്ളൂല്ലേ, നിങ്ങൾ ഇളക്കണൊന്നും കാണൂല മക്കളെ. ഇടക്കിടക്ക് ഇങ്ങനെ പാടിക്ക് കാണണേ, അല്ലെങ്കിൽ ഓൾക്ക് ചോറടിച്ചൂലേ. എങ്ങനെ ഇപ്പൊ തള്ള ഉണ്ടാക്കണത് അറിയില്ലല്ലോ. ഇനി ഇതാക്കി നമ്മളെ ചിക്കൻ ഉണ്ടല്ലോ, ഫ്രൈ വെച്ച ചിക്കന് എന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് മസാലയ്ക്ക് ഇടാം. ഒന്ന് കണ്ടോ. ഇനി ഇതൊന്ന് അത് കുഴച്ച് മറിച്ചെടുക്കുക. മിക്സിൻ്റെ ജാറൊക്കെ ഒന്ന് കണ്ടോ, ഇതും കൂടി വിൽക്കേണ്ട ഒഴിക്കുക. ഇതിലിട്ട് പിടിച്ചൊക്കെ കേട്ടോ, ഒന്നൊന്ന് വേറിട്ട് ആരും ചോദിച്ച് വാങ്ങി കഴിക്കും. ടൈം ഓഫ് ചെയ്തിട്ട് ഈ വെള്ളം ഇതിലേക്ക് ഒഴിക്കുക. ചൂടില്ലേ പാത്രം? ചൂടില്ലേ? ആ ചൂടുണ്ട്, പാത്രം നല്ല ചൂടാണ്, അത്യാവശ്യത്തിലേറെ ചൂടുണ്ട്. ഇനി ഒന്നിത് ഇളക്കുക. കുറച്ച് ചോറ് എടുത്ത വേണ്ടിയുമ്മ ഈ പാത്രത്തിൽ കൊള്ളൂ. കുറച്ച് പോരെ. മഞ്ഞപ്പൊടി ഒരു ഇച്ചിരി വേണമെങ്കിൽ മഞ്ഞപ്പൊടി ഒന്ന് തൂവി കൊടുക്കുക, ആവശ്യമില്ല. ഉണ്ട് ഞാൻ കൂടുതൽ നമുക്ക് ഈ മസാലകൾ ഉണ്ടല്ലോ നമ്മൾ കുറയ്ക്കാൻ ഏറ്റവും നല്ലത് മസാലകൾ കുറയ്ക്കുക. ഇനി നമുക്ക് ഇതാക്കണേ റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് കേട്ടോ, ഞാൻ ഇതിലേക്ക് റൈസ് ആഡ് ചെയ്യാണ്. ചിരി വരുന്നുണ്ട്, ഇടക്കിടക്ക് ഞാൻ നോക്കണണ്ടിട്ടേ നമുക്ക് ചിരി വരുന്നുണ്ട്. മോയ് പൂച്ചക്കുട്ടിയേ, ഹലോ. നമ്മളെ റൈസ് ഇതിലേക്ക് ആഡ് ചെയ്യുക. റൈസ് വേകാനുള്ള വെള്ളം നിങ്ങൾ കണ്ടില്ലേ, അതിനനുസരിച്ച് നമ്മൾ വെള്ളം എടുക്കുക. വേവാൻ എത്ര വേണം നമുക്കറിയാലോ, അതിനനുസരിച്ച് വെള്ളം എടുക്കുക. പൂച്ചൻ്റെ സൗണ്ട് കേട്ടപ്പോൾ ഓടുകയാണോളെ കണ്ടങ്ങൾ. അപ്പോൾ നമ്മൾ ചിക്കൻ കണ്ടങ്ങൾ എത്ര ഇഞ്ഞ് കുഴച്ച് മറിച്ചാലും ആ ചിക്കൻ അതുപോലെ നല്ല ഇതിൽ നിൽക്കും. ഇനി ഇതാക്കണേ നമുക്കിത് അടച്ച് വെച്ചാണ് വേവിക്കുക. ഉപ്പുണ്ടോ നോക്കുക കേട്ടോ. ചിക്കൻ്റെ എണ്ണ കട്ടിക്ക ചിക്കൻ്റെ എണ്ണയൊന്നും കളയണ്ട, ഒന്നും കളയില്ല. അടപ്പെടുത്തിട്ട് അടച്ച് വെച്ച് വേവിക്കുക. ഇത് ഇനി വേവട്ടെ കേട്ടോ. ഫസ്റ്റ് നമ്മളെല്ലാം ഫ്ലെയിമിൽ വെക്കുക. അപ്പോൾ നമ്മൾ സിമ്മിലൊക്കെ ഇട്ട് തുറന്നു കേട്ടോ. അങ്ങനെ വേണം, കുറച്ച് ക്രീമി വേണം. ക്രീമി ആയിട്ട് വേണം, ഡ്രൈ വേണ്ട. ഡ്രൈ എനിക്ക് ഇഷ്ടമല്ല. ആട്ടാ അപ്പോൾ രസം ഉണ്ടാവില്ല. രസമല്ല, കുറച്ച് ഡ്രൈ ആയിക്കോട്ടെ. കുറച്ചായിക്കോട്ടെ, അത് കുറച്ചുണ്ട്. അപ്പൊ നമ്മള് കപ്സ റെഡിയായി. അതായത് നമ്മൾ യൂട്യൂബിലൊന്നും കാണാത്ത രീതിയിലുള്ള കപ്സയാണ്. ഇതുപോലെ നിങ്ങൾ എന്താ ഉള്ളി ഇഞ്ചി പേസ്റ്റ് അതൊക്കെ പാട് തക്കാളി ഇതൊക്കെ ഗ്രേവി അങ്ങനെ ഇട്ടിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല. ഒരു പാത്രത്തിൽ തന്നാലോ, എനിക്ക് എടുത്താലോ, പാത്രത്തിൽ ഇതാക്കണേ. നല്ല കോരി കപ്സ കുറച്ച് ഡ്രൈ ആവണ്ടെന്നാണ് കേട്ടോ. എനിക്കിഷ്ടം അതുപോലെ തന്നെ നോക്കും. ചിക്കൻ ഇടട്ടെ ഞാൻ. അപ്പൊ ഇതാക്കണേ. ഇനി ഇത് അടച്ചു വെക്കുക. ഇത് ഇനി ക്ലോസ് ചെയ്യുക. അടച്ചു വെച്ചിട്ട് അടച്ചു വെച്ചാ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കണ്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൊച്ചു വലുവട്ടലുണ്ടല്ലോ അടിച്ചമർത്തി പോവാട്ടോ. ബൈ.